ഹായ് ഹലോ അബിയാണേ. അപ്പോ ഇന്ന് ഞാൻ യാദർച്ഛ്യമായി നമ്മുടെ പഴയ സുഹൃത്തും മിമിക്രി കലാകാരനുമായ ജയേശ്വരനെ കണ്ടു കേട്ടോ. ജയേശ്വരന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനുണ്ട്. എന്താണെന്ന് നമുക്ക് ജയേശ്വരനോട് തന്നെ ചോദിക്കാം. എന്താ കേട്ടാ പറയാനുള്ളത്? നല്ല വിശേഷം, സുഖം. എല്ലാവർക്കും സുഖമുണ്ട്. ചിലവർക്കൊക്കെ എന്നെ ഓർമ്മ കാണും, ചിലവരൊക്കെ എന്നെ മറന്നു കാണും. ഞാൻ തന്നെയാണ് ജയേഷ്. തിരുമല ചന്ദ്രൻ ടീമിനകത്തുള്ള ജയൻ, ഭീമൻ രഘു ഇങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ വന്നതിനകത്താണ് ജീവിത സാഹചര്യവും ജീവിതത്തിനകത്ത് ഓടാനുള്ള സാഹചര്യം വന്നപ്പോൾ ഞാനൊന്ന് മിമിക്രി ബാക്ക് വലിക്കും. എന്നാലും എന്നിലുള്ള കലാകാരൻ ഒരിക്കലും ഞാൻ മറക്കില്ല. പിന്നെ ഇവനെ ഞാൻ ഇവിടെ വെച്ച് കണ്ടപ്പോഴും കുഞ്ഞിലേ ഉള്ള കൂട്ടുകെട്ടും കാര്യങ്ങളുമായിട്ടൊക്കെ ഇവനെ കണ്ടപ്പോഴത്തേക്കും ഇവൻ എന്നോട് ചോദിച്ചു, അണ്ണാ ഒരു റിവ്യൂ ചെയ്യാൻ എൻ്റെ അടുത്ത് നിൽക്കുവണ്ണാന്ന്. ഞാൻ പറഞ്ഞു, വരാടാ, അതിന് കുഴപ്പമെന്ന് തോന്നുന്നു, വാ, വന്ന് സന്തോഷം ആയിട്ട് നമ്മൾ സംസാരിക്കുന്നതിനകത്ത് നിൽക്കാം. അണ്ണന് പറയാനുള്ള എന്താണ് നമ്മുടെ പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഓപ്പൺ ആയിട്ട്, ഒന്നും മടിക്കണ്ട, ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ചിലര് നമ്മളെ ജീവിതത്തിനകത്ത് നമ്മൾ വന്നു പോകും. ഞാൻ ഒരിക്കലും ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചവനല്ല. അമ്മയച്ഛനും പോലീസ് ഡിപ്പാർട്ട്മെന്റിനകത്ത് ജോലി, എവിടെയെങ്കിലും ഒരു ജോലി കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് പോകും എന്നുള്ളതിന്റെ ഒരു പ്രതീക്ഷയിൽ നിന്നു. എങ്ങനെ വന്നു, പക്ഷേ എനിക്ക് നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. കാരണം ഒരു ജോലി കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ബാക്കിയുള്ള കാര്യത്തിനകത്ത് എത്തിയിട്ടില്ല. എങ്ങനെയെങ്കിലും പക്ഷെ ഞാൻ ഓടി ഓടി എത്തും എങ്ങനെയായിരുന്നാലും. അത് എന്നെ വിശ്വസിക്കുന്നവർക്കും എന്നെ സ്നേഹിക്കുന്നവർക്കും ഇന്ന് വരെ ഞാനൊരു തടസ്സമല്ല. ഇന്ന് വരെ അവരെ ഫ്രണ്ടിനകത്ത് ഞാൻ തോറ്റിട്ടുമില്ല. അവരെ ഫ്രണ്ടിനകത്ത് ജയിച്ചു നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് എന്റെ മനസ്സ് മാത്രം പറയുന്നു. പക്ഷെ ഉള്ളുകൊണ്ട് തോറ്റവനാണ്. പക്ഷെ ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴും ഉയരങ്ങളിൽ എത്തിയെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അവർ ഇനിയും ഉയരങ്ങളിൽ എത്താനുണ്ട്. അതിനെക്കുറിച്ച് ജയേശ്വരന്റെ അഭിപ്രായം എന്താണ്? ഇവരെത്തി താന്നങ്ങ് പോയി. അതിനകത്ത് ഇനിയിപ്പം പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. കാരണം നമ്മൾ പിടിക്കേണ്ട സ്ഥലം നമ്മൾ പിടിക്കണമായിരുന്നു. ആ സ്ഥലത്തിനകത്ത് പിടിക്കാൻ പറ്റാതെയും അങ്ങനെയൊക്കെ ഒരുപാട്, ഞാനെന്നല്ല ഒരുപാട് കലാകാരന്മാർ, ഒരുപാട്, ആരും ഈ കൈ ഇങ്ങനെ ഒന്ന് കൊടുത്തിരുന്നാൽ, രക്ഷപ്പെട്ടവർ ഇങ്ങനെ ഒന്ന് കൊടുത്തിരുന്നാൽ അതും കൂടെ രക്ഷപ്പെടുമായിരുന്നു. അതെ, രക്ഷപ്പെട്ട കലാകാരന്മാർ അങ്ങനെ ഒരുപാടുണ്ട്, കഷ്ടപ്പെടുന്ന കലാകാരന്മാർ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ഓക്കെ.